ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ അനുഭവങ്ങളും എല്ലാം വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വരാനുള്ള സാധ്യതയുണ്ട്. മറ്റത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വരാനൊരു സാധ്യതയുള്ളപ്പോൾ എന്തിനാണ് മറുവശത്ത് നിന്ന് കക്ഷികളെ കൊണ്ടുവരുന്നത്? പ്രത്യേകിച്ചൊരു ആവശ്യമില്ല, അത് അവരുടെ ആവശ്യമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയുടെ കാര്യം എടുക്കുക. കേരള കോൺഗ്രസ് മാണി അവരുടെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു പോയി. എന്തിനു വേറെ എവിടെയും നോക്കണ്ട, മാണി സാറിന്റെ പാല മാത്രം നോക്കിയാൽ പാലയിൽ അവർക്ക് അടിതെറ്റി. പാലയിൽ ഇപ്പോൾ UDF പിന്തുണയോടെ ഒരു സ്വതന്ത്ര ആണ് അവിടുത്തെ ചെയർപേഴ്സൺ, പെൺകുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പാലയിൽ അടിതെറ്റിയ കേരള കോൺഗ്രസ്സാണ്. ആ കേരള കോൺഗ്രസിന് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ജോസ് കെ മാണി പറഞ്ഞതൊരു തമാശ തിരിച്ചിട്ടാൽ മതി. ഞങ്ങൾ എവിടെയുണ്ടോ അവിടെ ഭരണം എന്നല്ല, ഭരണം എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ ഉണ്ടാവും എന്നാണ് പറയേണ്ടത്. അതിനാണ് അവർ ശ്രമിച്ചത്. ഒരുപാട് മെഴുകി നോക്കി. പക്ഷേ 2 പ്രതിസന്ധി അവർക്കുണ്ടായി. ഒന്നിപ്പോൾ ചെന്നിത്തലയെ പോലെ ഒരാൾ വളരെ കൃത്യമായി പറഞ്ഞു, മാണി കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കാൻ പോവുക. യഥാർത്ഥത്തിൽ അതാ സംഭവിക്കാൻ പോണേ. മാണി കേരള കോൺഗ്രസിന് 1-2 MLA പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അവർ ഇപ്പോൾ നിന്നാൽ ഒരു സംശയമില്ല. കാരണം ജനവികാരം അവർക്ക് എതിരാണ്, LDF എതിരാണ്. അപ്പൊ ജനവികാരം എതിരായതുകൊണ്ട് ഇപ്പുറത്ത് കൂടി വന്ന് ജനവികാരം അനുകൂലമായ UDF കൂടെ നിൽക്കാം, LDF വിടാം എന്നായിരുന്നു കുഞ്ഞുമാണിയുടെ താല്പര്യം, മാണി സാറിന്റെ മകന്റെ താല്പര്യം. പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല പറഞ്ഞത് തന്നെയാണ് ശരി, ഒരു സംശയവും വേണ്ട. UDF ജയിക്കാം, പിന്നെ എന്തിനാണ് വേറെ കക്ഷിയെ വിളിക്കുന്നത്? അനൗപചാരികമായി പലരുമായും ചർച്ച ചെയ്തു എന്നൊക്കെ വാർത്തകൾ കാണാനുണ്ട്, എനിക്കറിയില്ല. ഏതായാലും UDF ഔദ്യോഗികമായി ഒരു ചർച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല എന്ന് KPC പ്രസിഡന്റും ബാക്കി നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സതീശനടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? അപ്പൊ മാണി കേരള കോൺഗ്രസിന്റെ സർവനാശം. അത് മാത്രമല്ല, അതുകൊണ്ടുണ്ടായ 2 ഗുണമുണ്ട്. ഒന്ന്, LDF വല്ലാതെ എക്സ്പോസ്ഡ് ആയി. കാരണം എന്താ, ലാസ്റ്റ് മിനിറ്റ് 25 സെന്റ് സ്ഥലം മാണിയുടെ ഓർമ്മയ്ക്കായി കൊടുക്കാൻ തീരുമാനിച്ചു. അതിപ്പോ നേരത്തെ ചെയ്തൂടെ? അത് ഇപ്പോഴാ ഓർഡർ ആയുള്ളൂ അതോ ഇപ്പൊ തീരുമാനമായതുള്ളൂ എന്താ നമുക്കറിയില്ല. തിരുവനന്തപുരത്ത് കണ്ണായി 25 സെന്റ് സ്ഥലം മാണിക്ക് സ്മാരകം ഉണ്ടാക്കാൻ. മാണിക്ക് സ്മാരകം ഉണ്ടാക്കണമെന്നുള്ളത് വേറെ കാര്യം. ജോസ് കെ മാണിക്ക് താല്പര്യം ഉണ്ടാവും, മാണി കേരള കോൺഗ്രസിന് താല്പര്യം ഉണ്ടാവും. പക്ഷേ സർക്കാരിന്റെ നാട്ടുകാരുടെ പൊതുഭൂമി എടുത്തിട്ടാണോ കേരള കോൺഗ്രസിനെ കൂടെ നിർത്തേണ്ടത് എന്ന ചോദ്യമില്ലേ? അപ്പൊ അത് കിട്ടിയാൽ നിൽക്കുന്ന ആളുകളെ ഇങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? നാളെ ഇവരിവിടെ വേറെ ചോദിക്കില്ലേ? രണ്ടാമത്, കേരള കോൺഗ്രസ് ഇനിയിപ്പോ LDF വല്ലാത്ത വിലപേശൽ തുടങ്ങും. കാരണം അവർക്കറിയാം, ഞങ്ങൾ പോരുത് പോലെ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് CPM നിൽക്കുന്നുണ്ട്. വാസവൻ രാവിലെ വൈകുന്നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗോവിന്ദ മാഷ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, DP രാമകൃഷ്ണൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പോകല്ലേ. കാരണം ഈ ഘട്ടത്തിൽ അവർ കൂടി പോയാൽ വലിയ തോതിലുള്ള പ്രതിസന്ധി, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിൽ ഒരു വാക്വമായിരിക്കും LDF ഉണ്ടാവുക. വോട്ട് പോലും വളരെ കുറച്ച് വോട്ടേ കിട്ടുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ അവരെങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളതും, അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കൂടുതൽ സീറ്റ് കൊടുക്കുക, എന്തു വേണേലും ചെയ്യാം, ജോസ് കെ മാണി ഞങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറയുകയാണ്. അവർ അതുകൊണ്ട് ഗുണമുണ്ടാക്കും. UDF പോകുമെന്ന പ്രചരണം LDF അവർക്കൊരു വിലപേശൽ ശേഷിയായി മാറി എന്നത് സത്യമാണ്. അതല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. UDF ഇത് വരണ്ട എന്ന് തന്നെയാണ് UDF ബഹുഭൂരിപക്ഷ ആളുകളുടെയും താല്പര്യം. പിന്നെ LDF CPM ഏതാണ്ട് നിലം പരിശാക്കാൻ മാണി കൂടി വന്നാൽ നല്ലതാണെന്ന് വിചാരിക്കുന്ന കണക്ക് വിദഗ്ധന്മാർ UDF ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് ആ മുന്നണിയുടെ പൊലിമ കുറയ്ക്കുകയാണ് ചെയ്യുക എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അത് ശരിയാണ് താൻ.